ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഖാദി ബോർഡ് 5ാം ഘട്ടം പ്രാഥമിക ഘട്ട എക്സാമിന് ചോദിച്ച കണക്കിലെ ആദ്യ 10 ചോദ്യങ്ങൾ. ഇതുവരെയുള്ള എക്സാമിനെ സംബന്ധിച്ച് ഇതിലെ കണക്ക് അല്പം ടഫ് പോലെ തോന്നിയിരുന്നു. അതായത് ചിലതിനൊന്നും ആൻസറിൽ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഈ ചോദ്യവും ഉത്തരവും വേഗത്തിൽ ഒന്ന് നോക്കാം. ആദ്യ ചോദ്യം, 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ? അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക്. അതായത് നമ്മളൊരു കണക്ക് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ യൂണിറ്റ് ഒറ്റ ഇതിലേക്ക് ആക്കുവാൻ ആദ്യം ശ്രമിക്കുക. നമുക്കിവിടെ 5 മീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 5 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 500 സെൻറ്റിമീറ്റർ. അതായത് 100 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് 5 മീറ്റർ. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. ഇനി ഈ 500 എന്ന് പറയുന്നത് ഇവിടെ 100% ആണ്. ആ ഒരു കൺസെപ്റ്റിൽ എടുക്കുക. എങ്കിൽ 75 എത്ര ശതമാനം എന്നാണ് ചോദ്യം. എക്സ്. അതായത് ഈ തന്നിട്ടുള്ള 5 മീറ്റർ 100 എടുക്കുക, 75 എത്ര ശതമാനമാണ് 75, അത് 75 എക്സ്. ഇനി ചെയ്യേണ്ടത് ഒന്ന് ക്രോസ് ആയിട്ട് ഒന്ന് ഗുണിച്ചെടുത്താൽ മതി. അതായത് 75 ഇൻറ്റു 100/500 ആണ് എന്ത്? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. എളുപ്പമാണ്. 0 ക്യാൻസൽ ചെയ്യുക. 5 എത്ര പ്രാവശ്യം? 1, ബാക്കിയുള്ള 2, 5, 25. അങ്ങനെയെങ്കിൽ ആൻസർ വരും, കിട്ടി 15. ആൻസർ വരും ഓപ്ഷൻ സി, 15%. അപ്പോൾ ഈ ശതമാനത്തിൻ്റെ കണക്ക് ഇങ്ങനെ ഒന്ന് എഴുതി ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഒരു എളുപ്പ മെത്തേഡ്. പല മെത്തേഡ് ഉണ്ട്, ഒരു മെത്തേഡ് ഇങ്ങനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അടുത്ത ചോദ്യം, 10 ആളുകളുടെ ശരാശരി വയസ്സ് 36. അങ്ങനെയെങ്കിൽ ടോട്ടൽ വയസ്സ് എത്രയാണ്? 36 × 10 360. ഒരേ പ്രായമുള്ള 2 പേര് കൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി 38ആയി. ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം എത്രയാണ്? 12. നേരത്തെ 10 ഉണ്ടായിരുന്നു, 2 പേര് കൂടി വന്നു 12ആയി. ഇവരുടെ ശരാശരി വയസ്സ് 38. അങ്ങനെയെങ്കിൽ ടോട്ടൽ വയസ്സ് എത്രയാണ്? 12 × 38 ചെയ്യുക. 12 × 38 ചെയ്യുമ്പോൾ നമുക്ക് 456 എന്ന് കിട്ടും. 456. അപ്പോൾ പുതുതായിട്ടുള്ള മൊത്തം വയസ്സ് 486, പഴയതും 360. അപ്പോൾ പുതുതായി വന്ന വയസ്സ് എത്രയാണ്? 456 - 360 ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് 96 കിട്ടും. ഈ 96 2 പേരുടെ വയസ്സാണ്. അങ്ങനെയെങ്കിൽ ഒരാളുടെ വയസ്സ് എത്രയാണ്? 96/2 48 എന്ന് കിട്ടും. ആൻസർ വരും ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 32 × -1/5 - 27 × -3/2. അപ്പോൾ ഇങ്ങനെ ഒരു 1/1/5 അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, ചോദ്യത്തിലുണ്ടെങ്കിൽ, ആദ്യമേ നമ്മൾ ഈ 32നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. 32നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 16, 2 8, 2 4, 2 2. അപ്പോൾ 2 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. അതായത് 2/5 -1/5. അപ്പോൾ ആദ്യത്തേനെ അങ്ങനെ എഴുതി. ഇനി അടുത്തത് നോക്കാം. സെയിം പോലെ 27നെ വീണ്ടും ഫാക്ടറൈസ് ചെയ്യുക. 3 കൊണ്ട് ഒന്ന് ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3/3 എന്ന് കിട്ടും. 3/3 ആണ് 3/27 എന്ന് പറയുന്നത്. അപ്പോൾ 3/3 -2/3. ഇനി ഇവിടെ 3യും 3യും ക്യാൻസലാകും, 5ഉം 5ഉം ക്യാൻസലാകും. ബാക്കിയുള്ളത് 2/1 മൈനസ് 2/2 ഇവിടെ 1 -1 ഉണ്ട്, മൈനസ് 3/2 എന്താണ് ഈ -2 അല്ലെങ്കിൽ മുകളിൽ
-1 ഫാക്ടർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതിനെ ഒന്ന് ഡിനോമിനേറ്ററിൽ ഒന്ന് ആക്കിയാൽ മതി. അതായത് 2⁻⁻1 എന്ന് പറയുന്നത് 1/2 ആണ്. മൈനസ് ബാക്കിയുള്ള സംഖ്യ ഏതാണ്? 1/3² അല്ലേ വന്നത്, അതായത് 9. 1/9. ഇനി ഒന്ന് ചെയ്യുക. 2 × 9 18. 9 - 2 7. 7/18 എന്ന് കിട്ടും. 7/18 ഉള്ളത് ആൻസർ ബി. ആൻസർ വരിക ഓപ്ഷൻ ബി. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അടുത്ത ചോദ്യം, എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ച് നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്ര? അപ്പോൾ ഇത് കുറച്ച് നോക്കി കണക്കത് കിട്ടുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും കിട്ടിയത് ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് ഒന്ന് ചെയ്യുക. ബാക്കിയുള്ളവർക്കും ഉപകാരപ്രദം ആയിരിക്കട്ടെ. അടുത്ത ചോദ്യം, മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും, അതായത് ഡയറക്ഷൻ പ്രോബ്ലം തന്നാൽ ആദ്യമേ തന്നെ ഡയറക്ഷൻ വരച്ചു വയ്ക്കുക. മുകളിൽ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും, ആദ്യം 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ട് താഴോട്ട് 20 സഞ്ചരിച്ചു. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് ലെഫ്റ്റിലേക്കാണ് 35. 10 മീറ്റർ വീണ്ടും വടക്കോട്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുവാണ്. എന്നിട്ട് 10 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് ഒരു സ്ഥലത്തെത്തുന്നു. 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം അത് പരിഗണിക്കണ്ട. 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു, അതായത് ഇങ്ങോട്ട് 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇയാളിപ്പോൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ തൊട്ട് താഴെ നിൽപ്പുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഇവിടെ മൊത്തം 35, ഇവിടെ നിങ്ങോട്ട് 15, അപ്പോൾ ഇവിടെ എത്ര? 20. അപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഒറ്റ ലൈനിൽ തന്നെ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് പരിഗണിക്കണ്ട. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. അതായത് ഇവിടെ നിന്ന് താഴോട്ട് 20 വന്നു, മുകളിലോട്ട് 10 പോയി, ബാക്കിയുള്ളത് എത്രയാണ്? 10. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. ആൻസർ വരും ഓപ്ഷൻ ഡി, 10. അടുത്ത ചോദ്യം, 1/2, 1/4, 1/16 -1/65 536. അതായത് 1 സ്ക്വയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ 16, 16ൻ്റെ സ്ക്വയർ 256 വരും. ആൻസർ വരും ഓപ്ഷൻ ബി ആണ് വരിക. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി. 1000 രൂപ മുടക്കി പുതുക്കി പണിതു. അപ്പോൾ മൊത്തം എത്ര രൂപയായി? 11,000 രൂപയായി. 2,500 രൂപ ചിലവാക്കി പെയിൻറ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എത്രയായി? 13,500 രൂപ മൊത്തം ചിലവായി. അതായത് 13,500 രൂപ ചിലവായി. അത് എത്രയാണ്? നേരത്തെ പറഞ്ഞതുപോലെ 100%. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ, അതായത് 120% കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം? എക്സ്. ഇങ്ങനെ ഒന്ന് എഴുതാൻ പഠിച്ചാൽ ഇതിൽ കണക്കുകളെല്ലാം വേഗത്തിൽ ചെയ്യാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താ? എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. 13,500 × 120/100. ഇനി 135 × 12 ഒന്ന് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് 16,200 എന്ന് കിട്ടും. ആൻസർ വരിക ഓപ്ഷൻ എ, 16,200. അടുത്ത ചോദ്യം, ഒരു ഓട്ടോക്കാരൻ വേഗത 15 സെക്കൻഡിൽ 150 മീറ്ററാണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ്? ഇവിടെ ഒരു യൂണിറ്റ് കൺവേർഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിൽ ആക്കണം. അപ്പോൾ അതിന് ചെയ്യുന്നത്, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലാക്കാൻ 18/5 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിനെ മീറ്റർ പെർ സെക്കൻഡിൽ എഴുതുക. 150/15. ഇതിനെ
18/5 കൊണ്ട് ഒന്ന് ഗുണിക്കുക. 18/5. 15 15 ക്യാൻസൽ. 10/5 2 2 × 18 36 എന്ന് കിട്ടും. ആൻസർ വരും ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? അപ്പോൾ ഇത് ചതുരമായതുകൊണ്ട് നമുക്കൊരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. x + y + xy/100. ഇതാണ് ഇക്വേഷൻ. ഇത് എക്സും y എന്താണ് 20. 20 + 20 40 + 20 × 20 400/100 4. അതായത് 44 എന്ന് കിട്ടും. ആൻസർ വരും ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഷാജി ഷാൻ ഇവർ കയ്യിലുള്ള തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. എന്നാൽ ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത് എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക. അപ്പോൾ ഇവിടെ നമുക്ക് ക്രിയ ചെയ്ത് എടുക്കുമ്പോൾ 4480 കിട്ടുന്നത്. ആൻസർ ഇതിലൊന്നും കാണുന്നില്ല. അപ്പോൾ അതും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെയ്യുക. നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 4480. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത ചോദ്യങ്ങൾ. അപ്പോൾ ഇനിയുമുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.